ഇന്ന് ഞാൻ ഇവിടെ വളക്കടയിൽ പോകുമായിരുന്നേ. വളക്കടയിൽ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വേണമായിരുന്നു. അത് മേടിക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് എനിക്ക് നമ്മുടെ ഈ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞൊരു ചെടി എൻ്റെ കണ്ണിൽ പെട്ടത്. ഇപ്പം ഞാനത് പറിച്ചെടുക്കാനായിട്ട് ഞാൻ റെയിൽവേയുടെ സൈഡിലുള്ള കാട്ടിനകത്തോട്ട് ഇറങ്ങി ഞാൻ നിന്നത് പറിച്ചെടുക്കുമായിരുന്നേ. അപ്പോൾ പറിച്ചെടുത്ത സമയത്ത് എനിക്ക് അതിൻ്റെ ആ ചെമട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വളഞ്ഞും പുളഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വള്ളി പോലെ വളഞ്ഞും പുളഞ്ഞും കിടന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെമട് നോക്കി പിഴുതെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ അത് പിഴുതെടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ ഒന്നും കൂടെ ഞാനത് വേറൊരു തൈയും കൂടെ എനിക്ക് അതിൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാനത് പറിക്കാനായിട്ട് ഞാനൊന്നും കൂടെ ചെന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു മൂടങ്ങ് പൊട്ടിപ്പോയി. വേരൊന്നും എനിക്കത് വലുതായിട്ട് കിട്ടിയില്ല. അപ്പം നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ചിലയിടങ്ങളിൽ ഈ ചെടി കാണപ്പെടുന്നുണ്ട്. അതിന് ബട്ടർ കപ്പ് എന്നും ഇതിനെ അറിയപ്പെടുന്നത്. ഞാനും ഈ ഭാഗത്തൊക്കെ അങ്ങനെ അതിനെ പറയുന്നത്. അപ്പം ചിലയിടങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചെടി എൻ്റെ വീട്ടിൽ കൊണ്ട് നടണമെന്ന്, ഞാൻ എൻ്റെ ഗാർഡനിൽ കൊണ്ട് നടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വളക്കടയിലേക്ക് ചെന്നിട്ട് ഞാൻ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മേടിക്കാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ അങ്കിൾ എനിക്കൊരു സ്പ്രേയുടെ ഒരു ബോട്ടിൽ സ്പ്രേ ചെയ്യാനായിട്ട് എനിക്ക് വേണമായിരുന്നു. അത് നമ്മുടെ ഓർക്കിഡ് ചെടിക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി അത് ഞാൻ അങ്കിളിനോട് പറയുവാണ്, എനിക്ക് അതൊരെണ്ണം വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മുടെ കുപ്പിയിൽ സാധാരണ നമ്മുടെ കുപ്പിക്കകത്ത് തന്നെ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യുന്നൊരു ഇതെനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ അന്നേരം അങ്കിൾ എന്നെ കാണിച്ചു തരും. ഇത് മതിയോ എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരെണ്ണം ഞാനത് മേടിച്ചു. പിന്നെ എനിക്ക് വളം വേണമായിരുന്നു. അപ്പോൾ ഞാൻ വളം മേടിക്കാനായിട്ട് അപ്പോൾ അങ്കിൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വളം മേടിക്കുന്ന ആ അങ്കിളിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അങ്കിൾ എനിക്ക് വളമൊക്കെ എടുത്ത് എനിക്ക് തരുവാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഈ അങ്കിൾ നോക്കുന്നത്, എൻ്റെ മോളായിരുന്നു വീഡിയോ എടുത്തത്. അപ്പം നോക്കുക അത് എന്തോ ചെയ്യുവാണെന്നിങ്ങനെ നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനത് മേടിച്ചിട്ട് പിന്നെ അത് തൂക്കി മേടിച്ചു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എനിക്ക് തന്നത്. എന്ന് വെച്ചാൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഒരു കവറിൽ തന്നെ തന്നു. അത് മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് എനിക്കൊരു ഐറ്റക്സിൻ്റെ പൊട്ട് വേണമായിരുന്നു. അത് മേടിക്കാനായിട്ട് ഞാൻ കടയിൽ കയറി. അത് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പലചരക്ക് കടയിൽ നിന്ന് കയറണമായിരുന്നു. അങ്ങനെ പലചരക്ക് കടയിൽ വന്ന് എനിക്ക് കുറച്ച് പിണ്ണാക്കൊക്കെ മേടിക്കണം, ചുന്തിരിക്ക് കുറേ പിണ്ണാക്കൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിക്കാൻ. അപ്പോൾ അവിടെ കൊലയൊക്കെ കൊണ്ടുവച്ച് തൂക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട്. അതൊക്കെ തൂക്കുന്നു. അതെല്ലാം കണ്ടിട്ട് ശേഷം ഞാൻ പിണ്ണാക്ക് മേടിക്കാനുള്ള കവറൊക്കെ അങ്ങോട്ട് കൊടുത്തു. ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊണ്ടൊരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിലാണെങ്കിൽ കുറേ ചുന്തിരിമാർ കിടന്ന് കുളിക്കുന്നു. ആ താറാവ് കുഞ്ഞുങ്ങൾ എന്നോട് കുളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഈ ചെടിയെ ഒന്ന് നട്ട് വെക്കാനായിട്ട് നോക്കി. പഴയ ഒരു ചെടി നട്ട ഒരു ബക്കറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റാൻ, ആ പഴയ ചെടിയെല്ലാം അതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞ ശേഷം എടുത്ത് മാറ്റിയിട്ട് ആ മണ്ണ് ഞാൻ എൻ്റെ ചെടിയുടെ മൂട്ടിലോട്ട് തട്ടിയിട്ടിട്ട് ആ മണ്ണ് അവിടെ തന്നെ ഞാനങ്ങ് മണ്ണിട്ട് കൊടുത്തിട്ട് ഞാൻ പോയി. പിന്നെ കുറച്ച് മണ്ണ് ഞാൻ പിന്നെ വളമൊന്നും ഇട്ട് കൊടുത്തല്ല ഈ ചെടി നട്ടത്. ഞാൻ പഴയ നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ വേസ്റ്റൊക്കെ നേരത്തെ അതെല്ലാം അഴുകി ചേർന്ന ഒരു മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ്. അത് ഇച്ചിരി വളമൊക്കെ ഉള്ള മണ്ണായിരുന്നേ. അപ്പോൾ അത് ഞാൻ കുറേ ചിരണ്ടി എടുത്ത് ഈ ബക്കറ്റിലോട്ട് നിറയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ പഴയൊരു ഞാൻ മേടിച്ച ഒരു പിക്കാസ് പോലൊരു തൂമ്പയും പിക്കാസും കൂടെ ചേരുന്നൊരു ഇതുണ്ടല്ലോ, അതെടുത്ത് ഞാൻ മാന്തി ഇതിനകത്ത് മണ്ണ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ചാക്ക് ഇങ്ങനെ നേരത്തെ കിടന്നൊരു ചാക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഈ മണ്ണിങ്ങനെ നിറയ്ക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചെടി ഇങ്ങനെ ഒടിച്ച് ഞാൻ കുത്തി വെക്കുവാണ് കേട്ടോ. ഒടിച്ച് ഇങ്ങനെ കുത്തി വെക്കുക. ഇതിൻ്റെ സൈഡിൽ നമ്മൾ എടുത്ത വഴിക്ക് അതിങ്ങനെ കവറിൽ ഇങ്ങനെ വെച്ച് ഈ സാധനങ്ങളൊക്കെ വെച്ച സമയത്ത് ഈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കിടന്നതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ ഒടിച്ച് കുത്തിയാലും കിളിച്ചോളൂ. അപ്പോൾ അത് ഞാൻ കവറുണ്ടല്ലോ നമ്മുടെ ഈ സാധനങ്ങൾ മേടിക്കുന്ന കവർ ഇങ്ങനെ എടുത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് മണ്ണ് തെറിക്കാതിരിക്കാനാണ്.